ഒരിക്കലൊരു ഗുരു തൻ്റെ ശിഷ്യനെ വിളിച്ചുകൊണ്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവുമായിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ശിഷ്യൻ കുറച്ച് വെള്ളവുമായിട്ട് വന്നു. ആ ഒരു ഗ്ലാസ്സിലേക്ക് ഗുരു ഒരുപാട് ഉപ്പ് നിറച്ചു. ഏകദേശം 3/4 കപ്പോളം ഉപ്പ് ആ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അങ്ങനെ അത് മിക്സ് ചെയ്തുകൊണ്ട് തൻ്റെ ശിഷ്യനോട് അത് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ശിഷ്യനത് കുടിക്കാൻ പറ്റിയില്ല. പിന്നെ ആ ശിഷ്യനെയും കൂട്ടിക്കൊണ്ട് ഗുരു തൊട്ടടുത്തുള്ള ഒരു തടാകത്തിൻ്റെ കരയിലേക്ക് പോയി. ഗ്ലാസ്സിൽ നേരത്തെ ഒഴിച്ച അതേ അളവിലുള്ള ഉപ്പ് ഗുരു ആ തടാകത്തിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് ഗുരു ശിഷ്യനോട് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ ഒരു ശിഷ്യൻ ബുദ്ധിമുട്ടില്ലാതെ കുടിക്കുകയും ചെയ്തു. ഗുരു തൻ്റെ ശിഷ്യന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതായത് ഈ തടാകം ഇത്രയും വിശാലമായതുകൊണ്ടാണ് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈസി ആയിട്ട് ആ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി സാധിച്ചത്. നമ്മുടെ മനസ്സും ഇതേപോലെ തന്നെ വളരെ വിശാലമാവണം. അപ്പം നമുക്ക് ബുദ്ധിമുട്ടുകൾ തോന്നില്ല, മനസ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും നമുക്ക് തോന്നുകയില്ല. അതൊക്കെ നമുക്ക് പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ നമ്മൾ കഴിവുകൾ ആർജിച്ചെടുക്കുകയും ചെയ്യും. നമ്മൾ പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവും. വിഷയങ്ങളെയും പ്രശ്നങ്ങളെയും ജീവിതത്തെയും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത് നമ്മളെ മൂഡ് ബൂസ്റ്റ് ചെയ്യപ്പെടും. പലരും പറയുന്നൊരു കാര്യമാണ്, ഇന്ന് ഒരു മൂഡില്ല, അല്ലെങ്കിൽ എൻ്റെ മൂഡ് ശരിയില്ല, ഞാൻ മൂഡ് ഓഫ് ആണെന്നൊക്കെ പറയും. നമ്മൾ പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ മൂഡ് എപ്പോഴും മനോഹരമായിരിക്കും, നമ്മളെ ബൂസ്റ്റ് ചെയ്യും, മൂഡ് ബൂസ്റ്റ് ചെയ്യപ്പെടും. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രതിരോധശേഷി ഉണ്ടാവും. അതായത് മെൻ്റലി, ഇമോഷണലി ആൻഡ് ഫിസിക്കലി, മാനസികമായിട്ടും വൈകാരികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പ്രതിരോധ ശേഷി നമുക്കുണ്ടാവും. ശാരീരികമായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ മാനസികമായിട്ടും വൈകാരികമായിട്ടും എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ പോസിറ്റീവ് ചിന്തകൾ വെച്ച് പുലർത്തുന്നതിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ്സ് നമുക്ക് പോസിറ്റീവ് ചിന്തകളിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവും. നമ്മൾ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിലും പല ഉപദേശങ്ങളൊന്നും കേട്ടിട്ടില്ലെങ്കിലും പോസിറ്റീവ് ചിന്തകൾ നമ്മൾ മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവും. ഇതും വലിയ ഒരു കാര്യമാണ്, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ്. ഇനി പോസിറ്റീവ് ചിന്തകളുള്ള ഒരു ലൈഫ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ രാത്രി കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ, പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ട് കിടക്കുക. നമുക്ക് കിട്ടിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ അനുഗ്രഹങ്ങൾ പോലും നമ്മൾ ഓർക്കുക എപ്പോഴും. അതേപോലെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പലരും ചെയ്തു തന്നിട്ടുണ്ട്. നമ്മളെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, കുടുംബക്കാർ, ഇവരൊക്കെ, സുഹൃത്തുക്കൾ, ഇവരൊക്കെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുക, നന്ദിയുള്ളവരായിരിക്കുക. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുക. ഇത് പോസിറ്റീവ് ചിന്തകൾ നമുക്ക് മനസ്സിൽ വളർത്തിയെടുക്കാനുള്ള വലിയൊരു പോയിൻ്റാണിത്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, സെലിബ്രേറ്റ് ഈവൺ യുവർ സ്മോൾ സക്സസ്. നിങ്ങൾ ചെറിയ വിജയങ്ങൾ പോലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക, ആഘോഷിക്കുക. ആളുകളെ കൂട്ടി ആഘോഷിക്കുന്ന കാര്യമല്ല പറയുന്നത്. നിങ്ങൾക്ക് ഒരു ക്ലാസ് ടെസ്റ്റിൽ ഭേദപ്പെട്ട ഒരു മാർക്ക് കിട്ടി. ആദ്യ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊന്നുമല്ല, പക്ഷേ ഭേദപ്പെട്ട കുറച്ച് മാർക്ക് നിങ്ങൾക്ക് കിട്ടി. അത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് അത് കഴിക്കുക. ഇന്ന് എനിക്ക് കിട്ടിയ മാർക്ക് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വിജയങ്ങൾ പോലും, നേട്ടങ്ങൾ പോലും നിങ്ങൾ സ്വയം ആഘോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് ചിന്തകൾ, പോസിറ്റീവ് ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ സറൗണ്ടിങ്സൊക്കെ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കുക. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളോട് നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. നമ്മുടെ വീടുകളും പരിസരമൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ സ്റ്റഡി ടേബിളൊക്കെ നമ്മൾ എപ്പോഴും മനോഹരമായിട്ട് അലങ്കരിക്കുക. ഒരു ചെറിയ ഫ്ലവർ വേസൊക്കെ വെച്ചുകൊണ്ട് റൂമൊക്കെ മനോഹരമാക്കുക. നമ്മളെ അടുത്തുള്ള, നമ്മൾ ഇടപഴകുന്ന എല്ലാ സറൗണ്ടിങ്സൊക്കെ നമ്മൾ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കുക. ഇതിലൂടെ നമുക്ക് പോസിറ്റീവ് ചിന്തകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
പിന്നെ റീഫ്രെയിം അവർ നെഗറ്റീവ് തോട്ട്സ്. നെഗറ്റീവ് തോട്ട്സ് ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. നമ്മളെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ, നെഗറ്റീവ് ചിന്തകളൊക്കെ നമ്മൾ റീഫ്രെയിം ചെയ്യുക, നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റുക. എന്തെങ്കിലും ചിന്തകൾ നെഗറ്റീവായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവ് നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മാറ്റുക, നമ്മൾ ചേഞ്ച് ചെയ്യുക. ഇതിലൂടെ നമുക്ക് പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പോസിറ്റിവിറ്റി നമ്മുടെ ലൈഫിൽ നിറക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ മൻസൂർ.